അപ്പോൾ സിന്ധുജയ്ക്ക് വന്ന പെട്ടിയാണ് കേട്ടോ. സിന്ധുജ നമ്മളെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ച. അപ്പോൾ അത് മോള് വന്നപ്പോൾ ഇവിടെ ഇരുന്നു. അങ്ങനെ മോളത് പൊട്ടിച്ച് നോക്കുക. എന്നിടത്തേ പെട്ടി അവൾക്ക് അടുക്ക് പെട്ടി വേണമെന്ന് പറഞ്ഞു കേട്ടോ സിന്ധുജയ്ക്ക്. അങ്ങനെ ഇത് കൊള്ളാം കേട്ടോ, അത്യാവശ്യം വലുതാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇപ്പം വരും എടുക്കാനായിട്ട്. അപ്പോഴേ ഞാൻ കാണിച്ചു തരാം. അത് ഒന്ന് തട്ട് വെച്ച് നോക്കിയിട്ട് അല്ല മോളെ, അത് അടുക്കെടുക്കുക. അന്നേരം വെച്ച് നോക്കിയിട്ട് പറ്റത്തില്ലെങ്കിൽ തിരിച്ച് കൊടുത്തുവിടാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് കറണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് ഞാനാട്ടാ. അപ്പോഴത്തേക്ക് പൈസ തരും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. ഇനി ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷെ കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോക്സ്. ഒന്ന് അടുക്കി വെച്ച് നോക്കിയാൽ മോളെ. കറണ്ട് പോയി വന്ന് നിൽക്കുക. കാലൊക്കെ എടുത്ത് അങ്ങനെ സിന്ധുജയ്ക്കുള്ള ബോക്സ് വന്നു. പക്ഷെ കൊള്ളാട്ടോ, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല കട്ടിയുണ്ടല്ലേ മോളെ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് സംശയം. ചെറിയ കാലം അതിൻ്റെ ബാക്കിലടി, ഇതിന് ചെറിയ കാല് ഗ്യാപ്പ് വരുന്നതിനാന്നൊന്ന് വലുത് കേട്ടോ. അതിനാ തിരിച്ച് എല്ലാത്തിനും ഉറപ്പിച്ച്. ശരിയല്ലെങ്കിൽ അവളൊന്ന് റിട്ടേൺ അയക്കണമെന്ന് പറഞ്ഞു. സിന്ധു ചിലപ്പം കാണിച്ചിട്ട് കൊടുത്തു വിടാൻ. ഇനി നമുക്ക് മൊത്തം ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം. അതങ്ങനെ കയറ്റണം. അങ്ങനെ വലിച്ചു നീക്കുക ചെയ്യുന്നേ. അത് കൊള്ളാല്ലേ. പക്ഷെ ഇവിടെ പിടിച്ച് നീക്കിയാൽ മതി. ഇനി ഒരെണ്ണം കൂടെ അവൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പല കളർ, പച്ച, മഞ്ഞ. നാളെ വരുമെന്ന് പറഞ്ഞു. ഞാൻ സിന്ധുജയുടെ വീട് ഞാൻ കാണിച്ചു തന്നാണ്, അടുക്കളയൊക്കെ. അപ്പോൾ അവിടെ പാത്രം വെക്കാനൊന്നും സൗകര്യമില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് കുറേ, ഇത് തുണി വെക്കാനാന്ന് തോന്നുന്നല്ലേ, അകത്തെങ്ങാണ്ട് വെക്കാനാണ്. മറ്റേത് പാത്രങ്ങൾ വെക്കാനാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര വലുതായതുകൊണ്ട് ഇതെടുത്ത് പാത്രം വെക്കുമായിരുന്നു. വലുതാണ് കേട്ടോ, അത്യാവശ്യം ഹൈറ്റ് കൊണ്ട് സാധനങ്ങൾ ഇരിക്കും. ഒരെണ്ണം എന്തോ താഴെ പോയി. അത് വെച്ചിട്ടാണ് ഇതെടുത്ത് വെക്കും. അതിൻ്റെ അടപ്പാണ്. അങ്ങനെ സിന്ധുജയുടെ പെട്ടി റെഡിയായി. അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് ഒരുപാട് സാധനങ്ങൾ ഇരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ സിന്ധുജയുടെ പെട്ടി കൊള്ളാം കേട്ടോ, കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. പൈസ ഉള്ളപ്പോൾ പറഞ്ഞ് മേടിക്കണം. നല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചതാണ്, നല്ല രസമുണ്ട്. അടുക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഒരുപാട് കുഞ്ഞു എന്താ പറയുന്നത്, എപ്പോഴും മരുന്നൊക്കെ കാണുമല്ലോ, മരുന്ന് വയ്ക്കാം. പിന്നെ അടുക്കളയിലാണെങ്കിൽ ഉള്ളിയും ഒക്കെ ഇട്ട് വെക്കാനും കൊള്ളാം. തുണി വെക്കാൻ വീട്ടിലും കുറേ അലുക്കുലുക്ക് സാധനങ്ങൾ കാണുമല്ലോ, നമുക്ക് കളയാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ അങ്ങനെ കാണുമല്ലോ. അപ്പം അതൊക്കെ വാരിയിട്ട് ഇതിനകത്ത് അടച്ചു വെക്കാം. അത്രയും നല്ലതാണെന്ന് വിചാരിച്ചില്ല കേട്ടോ ഞാൻ. ഇനി ഒരെണ്ണം കൂടെ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വരുമ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം സിന്ധുജ വരുമ്പം നമുക്കിത് കൊടുത്തു വിടാം. അപ്പം സിന്ധുജയുടെ അടുത്ത പെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഇരിക്കണം. അത് ഫിറ്റ് ചെയ്ത് നോക്കി. ചെറുതാണ്. ഇതെന്താ ഇട്ട് വെക്കാനെന്ന് വെച്ചാൽ അവളോ അടുക്കളയിൽ വെച്ചാണ്. ഒരെണ്ണം അടുക്കളയിൽ മറ്റേത് തുണിയിട്ട് വെക്കാനാണ്. ചെറിയതിലേക്ക് ഇട്ട് വെക്കരുത്. അതിൻ്റെ പെട്ടി കുറേ അഞ്ചടുക്കുണ്ട് കേട്ടോ. അഞ്ചടുക്കുള്ള പെട്ടിയാണ്. മറ്റേൻ്റെ അത്ര വലുതല്ല, ചെറുതാ. ഇത് മറ്റേതുപോലെ അല്ല ഫിറ്റ് ചെയ്യുന്നല്ലേ. പക്ഷെ മറ്റേൻ്റെ കാലിന് കുറച്ച് നീളമുണ്ട്, ഇതിൻ്റെ കാലിന് കുറച്ച് നീളം കുറവാണ്. ഇത് വലിച്ചു നീക്കുന്നതല്ലേ. അങ്ങനെ ഒരുവിധം സെറ്റ് ചെയ്തു. കേട്ടോ, നല്ല രസമുണ്ട്. ഒതുങ്ങിയിരിക്കും കുറേ സാധനങ്ങൾ. അപ്പോൾ രണ്ട് പെട്ടി. ഇതിന് ഇച്ചിരി പൊക്കമുണ്ട് കേട്ടോ, മറ്റേത് നല്ല വീതിയുണ്ട്.